ശ്രീരാമ സിദ്ധാന്തം ഓപ്പൺ ചെയ്തിരിക്കുന്ന പ്രണവവേദം. ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന ഏത് പ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്കും ഒരു ഹാൻഡ് ബുക്കായി ഉപയോഗിക്കാൻ സാധിക്കും. കാരണം കൃഷിക്കാരനും ശാസ്ത്രജ്ഞനും ഡോക്ടർക്കും വൈദ്യനും വിദ്യാർത്ഥിക്കും അധ്യാപകനും ബിസിനസ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും സംശയ നിവൃത്തി പൂർണ്ണമായി വരുന്ന ഗ്രന്ഥമാണ്. ഏത് സംശയവും ആർക്കും എപ്പോഴും നോക്കാൻ പാകത്തിന് വളരെ ലളിതമായിട്ട് പ്രതിപാദിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ അത് എത്രയും പെട്ടെന്ന് എല്ലാവരുടെ കയ്യിലും ഒരു ഹാൻഡ് ബുക്കായിട്ട് എത്തട്ടെ. അതെ, അത് എത്തുമ്പോഴാണ് നമ്മൾ വളരെ നിസ്സാരമായിട്ട് ഇന്നിപ്പോ സന്തോഷത്തിനോട് മുമ്പിലിരിക്കുന്നത്. ഇദ്ദേഹം ഒരു ആചാര്യനാണ്. അതിന്റെ ആ ഡ്രസ് കോഡിൽ അതില്ല എന്നുള്ളത് ശരിയാണ്. ഇന്നിപ്പോ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്കൊരു ആചാര്യൻ എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലൊരു ഡ്രസ് കോഡ് വന്നിട്ടുണ്ട്. അതെ, അതില്ലാത്ത ഒരു ആചാര്യനായിട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാലങ്ങളായി നമ്മൾ പഠിച്ചിട്ടില്ല. അതും മാറണം. അതെ, ഞാനൊരു മോതിരം പോലും ധരിക്കില്ല, മാല ഉപയോഗിക്കില്ല, ഞാനൊരു ചരട് പോലും ഉപയോഗിക്കില്ല. കഴിയുന്നതും നല്ല തലവേദനയോ അല്ലെങ്കിൽ ജലദോഷമോ ഒന്നും ഇല്ലെങ്കിൽ ചന്ദനവും ധരിക്കാറില്ല, ഭസ്മവും ധരിക്കാറില്ല. പക്ഷെ അന്തരീക്ഷം മാറുമ്പോൾ ഞാൻ നമ്മളുടെ ഗുണത്തിന് വേണ്ടിയിട്ട് മഞ്ഞൾ, ഭസ്മവും ചന്ദനവും സിന്ദൂരവും എല്ലാം ഉപയോഗിക്കും. അത് നമ്മളുടെ കാലാവസ്ഥയുടെ വ്യതിയാനത്തിനനുസരിച്ച് നമ്മളുടെ ജീവിത രീതിയെ ചിട്ടപ്പെടുത്താൻ വേണ്ടി നമ്മുടെ സ്വഭാവത്തിൻ്റെ ഗുണദോഷങ്ങളെ രോഗത്തെ മഞ്ഞളിപ്പിക്കുന്നതാണ് മഞ്ഞൾ, രോഗത്തെ സങ്കോചിപ്പിക്കുന്നതാണ് കുങ്കുമം, ചാതി ആഹ്ലാദിപ്പിക്കുന്നതാണ് ചന്ദനം, രോഗത്തെ ഭസ്മമാക്കുന്നതാണ് ഭസ്മം. ഇതെല്ലാം ഭസ്മം, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കും. അത് മെഡിസിനായിട്ട്, ഇതൊരു അടയാളമായിട്ടല്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ വ്രതങ്ങൾ ചെയ്യുമ്പോഴാണ്, നമ്മൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മൾ വ്രതത്തിലേക്ക് വരുന്നത്. ശബരിമലയ്ക്ക് പോകുമ്പോഴാണ് നമ്മൾ രുദ്രാക്ഷം ധരിക്കുന്നത്. രുദ്രാക്ഷം ധരിച്ച് ഊരുന്നത് വരെ ഈ രുദ്രനെ കുറിച്ച്, ഈ ഭൂമിയുടെ എന്ന് വെച്ചാൽ ഏറ്റവും രൗദ്രഭാവത്തെക്കുറിച്ചുള്ള ചിന്തയായിരിക്കണം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. ആ രൗദ്രഭാവത്തിലേക്ക് ഭൂമി സഞ്ചരിക്കാതെ എങ്ങനെ വൈഷ്ണവ ശക്തിയുടെ മോഹിനി ഭാവത്താൽ ഇവിടെ ജീവനെ ജനിപ്പിച്ച് ശാസ്ത്രചിന്തയിലൂടെ എങ്ങനെ ശാസ്ത്രത്തെ ഇല്ലാതാക്കാം, യുദ്ധത്തെ ഇല്ലാതാക്കാം, സമസ്ത പ്രതലത്തിലും സമാധാനത്തെ, ശസ്ത്രത്തെ, സ്വസ്തിയെ ഏകാം. ഈ ചിന്തയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിനെ ഒരിക്കലും മറക്കാതിരിക്കാൻ, നമ്മളുടെ മനസ്സിൽ നിന്നും അതിന് മാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളുടെ ശരീരത്തിൽ പാശം അയച്ചു കെട്ടുന്നതും രുദ്രാക്ഷം ധരിക്കുന്നതുമെല്ലാം. ഞാൻ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നല്ലതാണ്. രുദ്രാക്ഷം ഇടുന്നതും കയ്യിൽ ചരട് കെട്ടുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ ഇഷ്ടം പോലെ ചരട് കെട്ടി കൊടുക്കും. ചെറുക്കലമ്പലത്തിൽ വരുന്ന കുട്ടികൾക്ക് ഒരു കാലത്ത് പരീക്ഷ ടൈമിൽ ചരട് മുഴുവൻ മേടിച്ച് കെട്ടും. കാരണം എവിടെ പോയാലും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചരട് കെട്ടിയേക്കുന്നതെന്ന് അവരെ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ വാൺ ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളവനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കളിക്കുന്ന സമയം കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചരട് കെട്ടുന്നത്. പഠിക്കാൻ വേണ്ടി കിട്ടിയിരിക്കുന്ന ചരട് കണ്ണിൻ്റെ മുന്നിൽ കിടന്ന് കളിക്കുമ്പോൾ പഠിക്കാനുള്ള ഒരു തോന്നലുണ്ടാകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നിൽ ശാസ്ത്രീയതയുണ്ട്. ഈ ഡ്രസ് കോഡിനപ്പുറത്ത് നമ്മളുടെ രുദ്രാക്ഷോ അല്ലെങ്കിൽ മറ്റുള്ള ജപമാലകൾക്കും അപ്പുറത്ത് ഇന്ന് അത് ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ അതെല്ലാം ഒഴിവാക്കി. ഇതെല്ലാം നല്ലതാണ്. അതൊക്കെ ഇടുന്നവരെ ആരാധിക്കുന്നു, അതിനെയെല്ലാം ഭക്തിയ കാണുന്നവരെ, അതിൻ്റെ ശാസ്ത്രീയതയിലൂടെ അത് അനുഭവിക്കുന്നവരുടെ, അവരുടെ ഗുണങ്ങളെ സ്വീകരിക്കുന്നവരെ എല്ലാം പാദങ്ങളിൽ നമസ്കരിക്കുകയും ചെയ്യുന്നു. തുളസി ചൂടുന്നത്, തുളസിയൊക്കെ മതചിഹ്നമല്ലാതെ മാറണം. അതായത് തുളസി അതിന് പകരം വയ്ക്കാൻ ഒരു സസ്യമില്ല. തുലന സമാനതകളില്ലാത്ത സസ്യമാണ് തുളസി. അതിൻ്റെയൊക്കെ ആനുകൂല്യങ്ങളെ നമുക്ക് എല്ലാ വീടുകളിലും സ്വീകരിക്കാൻ കഴിയണം. അതിനെ ചൂടുവാൻ കഴിയണം, പുഷ്പങ്ങളെ ചൂടുവാൻ കഴിയണം. ആഹ്ലാദത്തെ ജനിപ്പിക്കുവാനായിട്ട് സ്ത്രീജനങ്ങൾ ചൂടേണ്ട പുഷ്പങ്ങളാണ്, ഗന്ധഗുണമാണ്. അവരുടെ ഉത്സാഹത്തെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ട്, രോഗത്തെ മഞ്ഞളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ മഞ്ഞൾ പ്രസാദങ്ങൾ, കറിയിൽ മഞ്ഞൾ ഉപയോഗിക്കുന്നു. നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് പോലെ തന്നെ പുറത്തും ലേപനം ചെയ്യുവാനായിട്ട് മതചിന്ത, ജാതിചിന്ത, രാഷ്ട്രീയ ചിന്ത, എല്ലാ ചിന്തകൾക്കും അപ്പുറം ജനങ്ങൾ ഈ പ്രകൃതി വിഭവങ്ങളെ ആസ്വദിക്കുവാനും അതിൻ്റെ ഗുണഭോക്താക്കളാവാനും കഴിയുന്ന ഒരു ലോകക്രമമാണ് സ്വപ്നം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പലപ്പോഴും എൻ്റെ ഡ്രസ്സ് കോഡോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതിനകത്ത് യാതൊരു പ്രാധാന്യമില്ല. ഇത് ശ്രീരാമ സിദ്ധാന്തമാണ്. എത്രയോ സൂര്യതേജസ്വികളായിട്ടുള്ള ഋഷീശ്വരന്മാരുടെ, പൂർവികരുടെ, സപ്തഭൂഖണ്ഡങ്ങളിലുമുള്ള മാനുഷികളുടെ കണ്ടെത്തലുകളായിരിക്കാം നമ്മൾ എത്രയോ സിമ്പിളായിട്ട് എടുത്ത് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത്.
അവരുടെ കഴിവിൽ ഞാനും അഭിമാനിക്കുന്നുണ്ട്. അതെ. നമ്മൾ അക്ഷരങ്ങൾ ജനിച്ച കാലത്ത് അക്ഷരങ്ങളുടെ അർത്ഥത്തെ എഴുതി പിടിപ്പിച്ച് അത്രയും ശാസ്ത്രവൈഭവത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ തന്നെ നമ്മൾ കെട്ടിപ്പിടിച്ച് ജീവിക്കും. ഓരോ വേർഡ്സിൻ്റെയും ആ പരിപൂർണ അർത്ഥം ഡിക്ഷണറികളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആ ഡിക്ഷണറി രചിക്കപ്പെട്ടിരുന്ന കാലത്ത് അവരെത്രമാത്രം ജ്ഞാനതലത്തിൽ ഉയർന്നാണ് സഞ്ചരിച്ചിരുന്നതാണ്. അതെ അതെ അല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥങ്ങളാവണം, നമ്മുടെ ഡിക്ഷണറികളാവണം നമ്മുടെ ഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ. നമ്മുടെ അഭിപ്രായങ്ങളല്ല, അറിവിൻ്റെ ഗ്രന്ഥങ്ങളാവണം. അറിവിൻ്റെ ഗ്രന്ഥങ്ങളാണ് നമുക്ക് വേണ്ടത്, മതഗ്രന്ഥങ്ങളല്ല, അഭിപ്രായത്തിൻ്റെ ഗ്രന്ഥങ്ങളല്ല. ഡിക്ഷണറികളെയാണ് ഞാൻ പൂജിക്കുന്നത്. അതെ, അങ്ങനെയുള്ളൊരു ലോകമാണ് വേണ്ടത്. യെസ്, തീർച്ചയായിട്ടും. ശരിക്കും ഓരോ വ്യക്തികളെ കാണുമ്പോൾ ഇത് ഇന്ന മതത്തിൻ്റെ വക്താവാണ്, അല്ലെങ്കിൽ ഇന്ന പുരോഹിതനാണ്. ഇപ്പോൾ ക്രിസ്തീയ മതത്തിൽ തന്നെ ഡിനോമിനേഷൻ ഏറെയുണ്ട്. RC അച്ഛനെ കാണുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഡ്രസ് കോഡ് വേറെയാണ്, മാർത്തോമ അച്ഛനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രസ് കോഡ് വേറെയാണ്, CSIക്ക് വേറെയുണ്ട്. അപ്പോൾ ഡ്രസ് കോഡ് കാണുമ്പോൾ തന്നെ ഇദ്ദേഹം ഇന്ന കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേറ്റീവ് ആണ്, ഇന്ന പ്രസ്ഥാനത്തെ റെപ്രസെൻറ്റേറ്റീവ് ആണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും സന്യാസി വര്യന്മാരെ കാണുമ്പോൾ ഇദ്ദേഹം ഞാൻ ഇന്ന് സംശയം തീർത്താവും. സന്യാസി ഏതെങ്കിലും വിഭാഗത്തിന്റെ ആളാണോ? അല്ല. സന്യാസി എന്ന് പറഞ്ഞാൽ പുരോഹിതനും സന്യാസിയും ഒന്ന് തന്നെയാണ്. അതെ അതെ. അവര് ഈ വിശ്വത്തെ പൂർണ്ണമായി അറിഞ്ഞവരും വിശ്വത്തെ പരിപാലിക്കുന്നവരുമാണ്. അവർക്ക് അഭിപ്രായങ്ങൾ ഇല്ലാത്തവരായി മാറണം. ഒരേ സമയത്ത് പരമാത്മാവിനെയും ജീവാത്മാവിനെയും സസ്യലോകത്തെയും ജന്തുലോകത്തെയും ചേർത്ത് വെക്കുന്നത് ഒന്നാണെന്നുള്ള അദ്വൈത സിദ്ധാന്തം പറയുന്നവരാണ്. അതെ. ശവാഹാരം കഴിക്കാൻ പറയാൻ പറ്റില്ല. അതെ, പറ്റില്ല. അതാണ് ജീവാത്മാ പരമാത്മാ സംഗമത്തെ ചെയ്യുവാൻ. അത് ഒന്നാണ്, ഈ പ്രപഞ്ചം ഒന്നാണ്, ത്രേതമല്ല, ദ്വൈതവുമല്ല, അദ്വൈതമാണെന്ന് വാദിക്കുന്ന ആ ജ്ഞാനതലത്തിലേക്ക് ജീവാത്മാവിനെയും പരമാത്മാവിനെയും ഒന്ന് ചേർന്ന് കൊണ്ടുപോകുന്ന യുഗ്മസഞ്ചാരം സാധ്യമാക്കുന്ന, അത് ഒറ്റ വണ്ടിയിൽ കെട്ടിവലിക്കുന്ന, 2 വീലാക്കി കെട്ടിവലിക്കുന്ന അത്രയും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളാണ് ഈ ആചാര്യവൃന്ദങ്ങൾ. അപ്പൊ അവരെല്ലാം തിരിഞ്ഞു നടക്കണം നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നലെ അവരെ ചെയ്തുകൊണ്ടിരുന്നതിനെ തള്ളി പറഞ്ഞുകൊണ്ട് വേണം അവർ ഒന്നാകാൻ. അതെ അതെ. അതവർക്ക് വളരെ പെട്ടെന്ന് സാധ്യമാകുന്ന വിഷയമല്ല. അതെ.